Hello everyone, children. Today we shall start a new chapter from our English textbook Footprints Without Feet. The title of the chapter is Bholi. On page number 54 you can find the new chapter. It starts like this. From her very childhood, Bholi was neglected at home. Why did her teacher take special interest in her? Did Bholi measure up to her teacher's expectations? When the story begins, the author put forward a few questions. From her very childhood, Bholi was neglected at home. അതായത് വീട്ടില് എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ആര്? ഭോലി എന്ന് പറയുന്നത്. വൈ ഡിഡ് ഹർ ടീച്ചർ ടേക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ഹർ? ഡിഡ് ഭോലി മെഷർ അപ്പ് ടു ഹർ ടീച്ചേഴ്സ് എക്സ്പെക്ടേഷൻസ്? ഇവിടെ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ, ഒരു കുട്ടിയെ എന്തിനാണ് ടീച്ചർ പ്രത്യേക തരത്തിലുള്ള ഒരു വാത്സല്യം, ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ശ്രദ്ധ അവളിൽ കൊടുത്തത്? ഭോലി ടീച്ചറിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ എന്നതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട്സ് ലൈക്ക് ദിസ്. ഹെർ നെയിം വാസ് സുലേഖ, ബട്ട് സിൻസ് ഹെർ ചൈൽഡ്ഹുഡ് everyone had been calling her Bholi the simpleton. So we have got the name of the central character of our story, that is Sulekha. Her original name was Sulekha, but since her childhood everyone had been calling her Bholi the simpleton. Bholi here means in the sense of simpleton. Simpleton here means മടയൻ, മണ്ടി അല്ലെങ്കിൽ എന്താണ് മഠയൻ എന്നുള്ളൊരു മീനിങ് ആണ് എന്ത് സിമ്പിൾട്ടൺ എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഭോലിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സുലേഖ എന്നായിരുന്നു. എങ്കിൽ പോലും അവളെ കുഞ്ഞുനാൾ മുതൽ എല്ലാവരും വിളിച്ചിരുന്നത് ഭോലി ഭോലി എന്നായിരുന്നു അല്ലേ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതായിരുന്നു മടയൻ എന്നാണ്, അല്ലെങ്കിൽ എന്താണ് വിഡി അല്ലെങ്കിൽ മണ്ടി എന്നാണ് അല്ലേ. She was the fourth daughter of Nambardar Ramlal. When she was 10 months old, she had fallen off the coat on her head and perhaps it had damaged some part of her brain. That was why she remained a backward child and came to be known as Bholi the simpleton. She was the fourth daughter of Nambardar Ramlal. So രാംലാലിൻ്റെ നാലാമത്തെ കുട്ടിയായിരുന്നു ആര്? ഭോലി. When she was 10 months old, she had fallen off. Fallen off means താഴെ വീഴുക എന്നാണ്. So when she was 10 months old, 10 മാസം പ്രായമുള്ള സമയത്ത് അവൾ എന്ത് ചെയ്തു? തൊട്ടിൽ നിന്നും, COT, കോട്ട് ഹിയർ മീൻസ് തൊട്ടിൽ എന്നാണ്, തൊട്ടിൽ നിന്നും താഴെ വീഴുകയും മേ ബി it had damaged some part of her brain. That's why she remained a backward child. At birth, the child was very fair and pretty, but when she was 2 years old, she had an attack of smallpox. Only the eyes were saved, but the entire body was permanently disfigured by deep black pock marks. Little Sulekha could not speak till she was 5, and when at last she learned to speak, she stammered. The other children often made fun of her and mimicked her. As a result, she talked very little. So this sentence gives a detailed description about the central character of our story. At birth, the child was very fair and pretty. ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഭോലി വളരെ സുന്ദരിയായിരുന്നു കാണാനായിട്ട് അല്ലേ, വളരെ പ്രറ്റി ആയിരുന്നു. ബട്ട് വെൻ ഷി വാസ് 2 years old, 2 വയസ്സ് പ്രായമാകുന്ന സമയത്ത് അല്ലേ, ഷീ ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സിൻ്റെ അറ്റാക്ക് വന്നിട്ട് അല്ലേ, അല്ലെങ്കിൽ ആ അസുഖം ബാധിച്ചിട്ട് എന്ത് ചെയ്തു? ഓൺലി ദ ഐസ് വെയർ സേവ്ഡ്, ബട്ട് ദി എൻറ്റയർ ബോഡി വാസ് പെർമനൻ്റ്ലി ഡിസ്ഫിഗേർഡ് ബൈ ഡീപ്പ് ബ്ലാക്ക് പോക്ക് മാർക്സ്. ഡിസ്ഫിഗേർഡ് ഹിയർ മീൻസ് രൂപം മാറുക എന്നാണ്.
അപ്പോൾ ഈ സ്മോൾ പോക്സ് ബാധിച്ചിട്ട് കണ്ണൊഴികെ ബാക്കിയെല്ലാം അല്ലേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു കുത്തുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അത് അവളുടെ രൂപം തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്നു അല്ലേ. പിന്നീട് എന്താണ്, Little Sulekha could not speak till she was 5, and when at last she learned to speak, she stammered. അതുപോലെ തന്നെ 5 വയസ്സ് പ്രായം വരെ നമ്മുടെ സുലേഖ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വിക്കിയാണ് അല്ലേ. സ്റ്റാമേർഡ് മീൻസ് നിർത്തി ഇടറിയാണ് സംസാരിച്ചിരുന്നത്. ആ കാരണം കൊണ്ട് തന്നെ കുട്ടികൾ അവളെ ശരിക്ക് കളിയാക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ വിരളമായിട്ടായിരുന്നു സുലേഖ അല്ലെങ്കിൽ ഭോലി എന്ത് ചെയ്തിരുന്നത്, സംസാരിച്ചിരുന്നത്. Ramlal had 7 children, 3 sons and 4 daughters, and the youngest of them was Bholi. It was a prosperous farmer's household, and there was plenty to eat and drink. All the children except Bholi were healthy and strong. The sons had been sent to the city to study in schools and later in colleges. Of the daughters, Radha, the eldest, had already been married. The second daughter Mangla's marriage had also been settled, and when that was done, Ramlal would think of the third, Champa. They were good-looking, healthy girls, and it was not difficult to find bridegrooms for them. So ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, രാംലാലിന് മൊത്തം 7 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ടായിരുന്നു അല്ലേ. ഏറ്റവും ഇളയവളായിരുന്നു ഭോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള അല്ലേ, പ്രോസ്പെറസ് ഫാർമേഴ്സ് ഹൗസ് ഹോൾഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗൃഹം അല്ലെങ്കിൽ കുടുംബം എന്നാണ്. വളരെ സാമ്പത്തികമായിട്ടൊന്നും ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ഫാമിലി ആയിരുന്നു നമ്മുടെ രാംലാലിൻ്റേത്. പിന്നീട് എന്താണ്, ആവശ്യത്തിന് യഥേഷ്ടം തിന്നുന്നതിനും കുടിക്കുന്നതിനുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. All the children except Bholi were healthy and strong. ഭോലിയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെല്ലാം വളരെ എന്തായിരുന്നു, ആരോഗ്യ ദൃഢഗാത്രരായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു, വളരെ സ്ട്രോങ്ങുമായിരുന്നു. The sons had been sent to the city to study in schools and later in colleges. Of the daughters, Radha, the eldest, had already been married. ആൺമക്കളെ എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നഗരങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും മൂത്ത സഹോദരി അല്ലേ, നമ്മുടെ പിന്നെ ഭോലിയുടെ സഹോദരിയാണ് രാധയുടെ കല്യാണം അല്ലെങ്കിൽ വിവാഹം ഓൾറെഡി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഡോട്ടർ, രണ്ടാമത്തെ മകളുടെ പേര് ശ്രദ്ധിക്കുക, മംഗള എന്നാണ്. മംഗളയുടെ കല്യാണവും ഏകദേശമൊക്കെ ഉറച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ മകളായ ചമ്പയുടെ വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാര് നമ്മുടെ രാംലാൽ. അവർക്കൊക്കെ ഈ പറയുന്ന രാധയ്ക്കാണെങ്കിലും പിന്നെ മംഗളയ്ക്കാണെങ്കിലും അതുപോലെ ചമ്പയ്ക്കാണെങ്കിലും അല്ലേ ഒക്കെ വരന്മാരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നു. ബട്ട് രാംലാൽ വാസ് വറീഡ് അബൌട്ട് ഭോലി. ഷി ഹാഡ് നൈദർ ഗുഡ് ലുക്സ് നോർ ഇൻ്റലിജൻസ്. സോ ഭോലിയെ സംബന്ധിച്ചിടത്തോളം രാംലാൽ ഭോലിയുടെ കാര്യത്തിൽ വളരെ വറീഡായിരുന്നു, ദുഃഖിതനായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഭോലിക്ക് ഗുഡ് ലുക്കിംഗ് അല്ല, അതുപോലെ തന്നെ എന്താണ്, ഇൻ്റലിജൻസും ഇല്ലായിരുന്നു അല്ലേ. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആശ്വാസമായിരുന്നു എന്ന് രാംലാൽ ധരിച്ചു. Bholi was 7 years old when Mangla was married. The same year a primary school for girls was opened in their village. The Tahsildar Sahib came to perform its opening ceremony. He said to Ramlal, as a revenue official, you are the representative of the government in the village, and so you must set an example to the villagers. You must send your daughters to school. അങ്ങനെ ഇരിക്കെ ഭോലിക്ക് 7 വയസ്സ് പ്രായമുള്ള സമയത്താണ് നമ്മുടെ മംഗളയുടെ വിവാഹം അല്ലെ, രണ്ടാമത്തെ പെൺകുട്ടിയായ മകളായ മംഗളയുടെ വിവാഹം നടക്കുന്നത്. ആ വർഷം തന്നെ ഒരു പ്രൈമറി സ്കൂള് ആ ഗ്രാമത്തിൽ ആരംഭിച്ചു എന്ന് പറയുന്നു അല്ലേ. അങ്ങനെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനൊക്കെ വന്നതാരായിരുന്നു? തഹസിൽദാരായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ രാംലാൽ എന്ന് പറയുന്ന നമ്പർദാറാണ് അല്ലേ. നമ്പർദാർ എന്ന് പറയുന്നത് ഒരു ഇവിടെ പറഞ്ഞിട്ടുണ്ട് റവന്യൂ ഒഫീഷ്യലാണല്ലേ, അതായത് ഒരു റവന്യൂ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എന്താണ്, റവന്യൂ ഉദ്യോഗസ്ഥനായ താങ്കൾ എന്ത് ചെയ്യണം? താങ്കളുടെ മകളെ ഈ സ്കൂളിൽ അയച്ചുകൊണ്ട് ഒരു മാതൃക കാണിക്കണം അല്ലേ എന്ന് തഹസിൽദാർ ആരോട് ആവശ്യപ്പെട്ടു? രാംലാലിനോട് ആവശ്യപ്പെട്ടു. That night when Ramlal consulted his wife, she cried, "Are you crazy? If girls go to school, who will marry them?" അങ്ങനെ
തഹസിൽദാറിൻ്റെ ഈ ആവശ്യം അല്ലേ നമ്മുടെ രാംലാൽ ഭാര്യയോട് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഭാര്യ ചോദിച്ചു, എന്താണ് ആർ യു ക്രേസി, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇഫ് ഗേൾസ് ഗോ ടു സ്കൂൾ ഹു വിൽ മാരി ദം? പെൺകുട്ടികൾ സ്കൂളിൽ പോവുകയോ? പെൺകുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആരാണ് അവരെ വിവാഹം കഴിക്കുന്നത്? സ്കൂളിൽ പോയ പെൺകുട്ടികളെ ആരും എന്ത് ചെയ്യാറില്ല? വിവാഹം കഴിക്കാറില്ല അല്ലേ? അപ്പോൾ എന്താണ് പഴയ ഒരു ഒരു സോഷ്യൽ സെറ്റപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ? പണ്ട് കാലത്ത് നമ്മുടെ പെൺകുട്ടികളെ എന്ത് ചെയ്യാറില്ലായിരുന്നു? സ്കൂളിൽ അയക്കാറില്ലായിരുന്നു അല്ലേ? സ്കൂളിൽ അയക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ധരിച്ചിരുന്നത്. But Ramlal had not the courage to disobey the Tahsildar. At last, his wife said, I'll tell you what to do. Send Bholi to school. As it is, there is little chance of her getting married. With her ugly face and lack of sense, let the teachers at school worry about her. ഒരു കാര്യം നമുക്ക് ചെയ്യാം അല്ലേ? രാംലാലിൻ്റെ വൈഫ് പറയുകയാണ്, ഭോലിയെ നമുക്ക് സ്കൂളിൽ വിടാം. കാരണം എന്തുകൊണ്ടാണ്? ഭോലിക്ക് ഒരിക്കലും വിവാഹം നടക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, കരുതുന്നില്ല അല്ലേ? കാരണം എന്താണ്? ബിക്കോസ് ഷീ ഹാഡ് നൈദർ ഗുഡ് ലുക്സ് നോർ ഇൻ്റലിജൻസ്. As it is, there is little chance of her getting married. With her ugly face and lack of sense, let the teachers at school worry about her. ഇവിടെ പറഞ്ഞു വരുന്നത് അവളെ സ്കൂളിലേക്ക് വിടുക അല്ലേ? വിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? അവരുടെ ടീച്ചേഴ്സ് അവിടെ അനുഭവിച്ചോളൂ അല്ലേ? അപ്പോൾ എന്താണ്? നമുക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒരു കാര്യം ചെയ്യുക, അവളെ സ്കൂളിലേക്ക് അയച്ചോളൂ. കാരണം നല്ലൊരു ജീവിതം നമുക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. The next day, Ramlal caught Bholi by the hand and said, Come with me, I will take you to school. Bholi was frightened. She did not know what a school was like. She remembered how a few days ago their old cow Lakshmi had been turned out of the house and sold. അപ്പോൾ എന്താണ്? അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഭോലിയുടെ കയ്യിൽ പിടിച്ചിട്ടല്ലേ നമ്മുടെ രാംലാൽ എന്ത് പറഞ്ഞു? വരൂ, നമുക്ക് ഇന്ന് സ്കൂളിൽ നിന്നെ ചേർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അല്ലേ? സ്കൂളെന്ന് കേട്ടപ്പോൾ എന്താണ്? ഷീ ബിക്കെയിം ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് മീൻസ് എന്താണ്? പേടിക്കുക അല്ലേ? ഭയങ്കരമായിട്ട് ഭയചകിതയാകുക അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലെ ഒരു പശുവിനെ അല്ലേ, ഒരല്പം പ്രായം ചെന്ന ഒരു പശുവിനെ എന്ത് ചെയ്തു? ലക്ഷ്മി എന്നാണ് അതിൻ്റെ പേര്. അതിനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് വിൽപ്പനക്കാരന് കൊടുക്കുന്നത് ആര് കണ്ടിരുന്നു? നമ്മുടെ ഭോലി കണ്ടിരുന്നു. തന്നെയും അതുപോലെ പിതാവ് ആർക്കെങ്കിലും കൊടുക്കാൻ കൊണ്ടുപോവുകയാണോ അല്ലെ, കൊടുക്കുന്ന സ്ഥലമാണോ ഇതെന്നൊക്കെ അവൾ വിചാരിച്ചു പോയി അല്ലേ? ആക്ച്വലി ഷീ ഡസ് നോട്ട് നോ വാട്ട് എ സ്കൂൾ ഈസ്. ഓക്കെ. No, she shouted in terror and pulled her hand away from her father's grip. What's the matter with you, fool? Shouted Ramlal. I am only taking you to school. Then he told his wife, let her wear some decent clothes today, or else what will the teachers and the other school girls think of us when they see her? എന്താണ്? ഭോലി പറഞ്ഞു, ഒരിക്കലും ഞാൻ സ്കൂളിലേക്ക് വരില്ല എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി അല്ലേ? അപ്പോൾ രാംലാൽ എന്ത് പറഞ്ഞു? നിനക്ക് ഈ വിഡ്ഢിക്ക് എന്ത് പറ്റി? ഭ്രാന്താണോ അല്ലേ? നോക്കിയേ, വാട്ട്സ് ദ മാറ്റർ വിത്ത് യു ഫൂൾ? ഷൗട്ടഡ് രാംലാൽ. ഭയങ്കര ശബ്ദത്തിൽ എന്ത് ചെയ്തു? അച്ഛൻ രാംലാൽ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കി അല്ലേ? നീ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? ഐ എം ഓൺലി ടേക്കിംഗ് യു ടു സ്കൂൾ. ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ വൈഫിനോട് രാംലാൽ പറഞ്ഞു, ഇവളെ നല്ല വസ്ത്രങ്ങളൊക്കെ ഇടിയിക്കുക. എന്തിനു വേണ്ടിയാണ്? കാരണം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അല്ലെങ്കിൽ മോശം പറയും അല്ലേ? അതുകൊണ്ട് എന്താണ്? ഇവിടെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിക്കാൻ പറഞ്ഞു. New clothes had never been made for Bholi. The old dresses of her sisters were passed on to her. No one cared to mend. എന്താണ് mend means? നന്നാക്കുക. ഓക്കെ, റിപ്പയർ ചെയ്യുക. To mend or wash her clothes, but today she was lucky to receive a clean dress which had shrunk after many washings and no longer fitted Champa. She was even bathed and oil was rubbed into her dry and matted hair. Only then did she begin to believe that she was being taken to a place better than her home. പറഞ്ഞിരിക്കുന്നതാണ്, ന്യൂ ക്ലോത്ത്സ് ഹാഡ് നെവർ ബീൻ മെയ്ഡ് ഫോർ ഭോലി. ഭോലിക്ക് വേണ്ടി ഒരിക്കലും പുതിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം ദ ഓൾഡ് ഡ്രസ്സസ് ഓഫ് ഹെർ സിസ്റ്റേഴ്സ് വെയർ പാസ്ഡ് ഓൺ ടു ഹെർ. പഴയ വസ്ത്രങ്ങളാണ് അല്ലേ? ആരുടെ? തൻ്റെ മൂത്ത സഹോദരിമാർ ഉപയോഗിച്ച് പഴക്കം ചെന്ന വസ്ത്രങ്ങളാണ് അവൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. നോ വൺ കെയർഡ് ടു മെൻഡ് ഓർ വാഷ് ഹെർ ക്ലോത്ത്സ്. അതുപോലെ തന്നെ അവൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നന്നാക്കാനോ ശരിയാക്കാനോ അല്ലെങ്കിൽ എന്താണ് അതൊന്ന് കഴുകി വൃത്തിയാക്കാനോ ഒന്നും ആരും
തുനിയിരുന്നില്ല. But today she was lucky to receive a clean dress which had shrunk after many washings and no longer fitted Champa. പക്ഷേ ഇന്ന് അവൾക്ക് ഒരു പുതിയ വസ്ത്രം കിട്ടി അല്ലേ. പുതിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് അലക്കി അതിൻ്റെ നിറമൊക്കെ മങ്ങിത്തുടങ്ങിയ ചമ്പയ്ക്ക് ഫിറ്റാകാത്ത അല്ലേ ഒരു വസ്ത്രം അവൾക്ക് കിട്ടി. എന്താണ് അത്? നിറം മങ്ങിയതായിരുന്നു, എങ്കിൽ പോലും അതെന്തായിരുന്നു? വളരെ ക്ലീൻ ആയിരുന്നു എന്ന് പറയുന്നു അല്ലേ, വൃത്തിയുള്ളതായിരുന്നു. She was even bathed and oil was rubbed into her dry and matted hair. അവളിന്ന് എന്ത് ചെയ്യുകയും ചെയ്തു? അവളിന്ന് കുളിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു അല്ലേ. അതായത് അവളെ കുളിപ്പിക്കാനോ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനോ ഒന്നും ആരും തയ്യാറായിരുന്നില്ല അല്ലേ. അതങ്ങനെ എന്താണ്? bathed and oil was rubbed into her dry and matted hair. അവളുടെ വരണ്ട അല്ലെങ്കിൽ ജട പിടിച്ച ആ മുടിയിൽ നിന്ന് എണ്ണയൊക്കെ ഇട്ട് അമ്മ തിരുമ്മി കൊടുത്തു അല്ലേ. എനിക്ക് എണ്ണയൊക്കെ ഇട്ടിട്ട് അമ്മ എന്ത് ചെയ്തു? നല്ല വൃത്തിയാക്കി കൊടുത്തു എന്ന് പറയുന്നു. Only then did she begin to believe that she was being taken to a place better than her home. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഹോലിക്ക് മനസ്സിലാവുന്നത് വീടിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഏതോ സ്ഥലത്തേക്കാണ് താൻ പോകുന്നത്. When they reached the school, the children were already in their classrooms. Ramlal handed over his daughter to the headmistress. Left alone, the poor girl looked about her with fear-laden eyes. There were several rooms, and in each room girls like her squatted. squatted. Squatted, underline that word. Squatted here means കുത്തിയിരിക്കുക എന്നാണ്. Squatted on mats, reading from books or writing on slates. The headmistress asked Bholi to sit down in a corner in one of the classrooms. അങ്ങനെ നമ്മുടെ ഭോലി സ്കൂളിലെത്തിച്ചേർന്നു. ഭോലിയെ പിന്നെ ഹെഡ് മിസ്ട്രസ്സിനെ ഏൽപ്പിച്ചു ഫാദർ. എന്നിട്ട് എന്താണ്? അപ്പോൾ ഭോലി ആദ്യമായിട്ടാണ് സ്കൂൾ കാണുന്നത് അല്ലേ. ഒരുപാട് റൂമുകളുണ്ട്. ഓരോ റൂമുകളിലും അവളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അല്ലേ, ഹെഡ് മിസ്ട്രസ്സുമായിട്ട് നടന്നു പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ പെൺകുട്ടികളൊക്കെ ഇരുന്ന് പിന്നെ വട്ടം കൂടിയിരുന്ന് കുത്തിയിരുന്ന് എന്തൊക്കെയോ എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയൊക്കെ അവൾ കണ്ടു അല്ലേ. ആദ്യമായിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്, ഈ പറയുന്നത് പോലെ സ്കൂൾ എന്ന് പറയുന്ന ഒരു കാര്യം കാണുന്നത്. Bholi did not know what exactly a school was like and what happened there, but she was glad to find so many girls almost of her own age present there. She hoped that one of these girls might become her friend. പറഞ്ഞു വരുന്നത് സ്കൂള് എന്താണെന്നോ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ ഭോലിക്ക് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്? അവളുടെ പ്രായത്തിലുള്ള കുറേ പെൺകുട്ടികളെ അവളവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ്? ഷീ ബിക്കെയിം വെരി ഹാപ്പി and she hoped that one of these girls might become her friend. The lady teacher who was in the class was saying something to the girls, but Bholi could understand nothing. She looked at the pictures on the wall. The colors fascinated her. The horse was brown, just like the horse on which Tahsildar had come to visit their village. The goat was black like the goat of their neighbor. The parrot was green like the parrots she had seen in the mango orchard. And the cow was just like their Lakshmi. And suddenly Bholi noticed that the teacher was standing by her side smiling at her. എന്താണ്? ആ ഭോലിയുടെ ക്ലാസ് റൂമിൽ ഒട്ടിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ചിത്രങ്ങളിലേക്ക് ഭോലിയുടെ ശ്രദ്ധ പതിയുന്നു അല്ലേ. അപ്പോൾ എന്താണ്? അവിടെ അവൾ എന്തിനെയൊക്കെ കാണുന്നു? ഹോഴ്സിനെ കാണുന്നുണ്ട്. തഹസിൽദാർ വന്ന കുതിരപ്പുറത്താണ് തഹസിൽദാർ വന്നത്. ആ കുതിരയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഹോഴ്സിനെ അവളവിടെ കണ്ടു. അതുപോലെ ഒരു നെയ്ബർ അല്ലേ, അയൽക്കാരൻ്റെ വീട്ടിലുള്ള ഒരു ആടിനെ അവൾ അവിടെ കാണുകയുണ്ടായി. അതുപോലെ നിന്നാണ് അവൾ ഈ പറയുന്ന മാംഗോ അല്ലെ മാമ്പഴത്തോട്ടത്തിൽ കണ്ട ആ ഒരു പിന്നെ എന്താണ് പാരറ്റിനെ അവളവിടെ കാണുകയുണ്ടായി. അതുപോലെ അവളുടെ വീട്ടിലെ ലക്ഷ്മി അല്ലേ എന്ന പശു, അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പശുവിൻ്റെ ചിത്രം അവളവിടെ കാണുകയുണ്ടായി. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് അത്ഭുത സ്തബ്ധയായിട്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ ക്ലാസ് ടീച്ചർ അവളുടെ അടുത്തേക്ക് ചിരിച്ചു കൊണ്ടുവന്നു അല്ലേ. വാട്ട്സ് യുവർ നെയിം ലിറ്റിൽ വൺ? ഹോ ഹോ ഹോ. She could stammer no further than that. Then she began to cry and tears flowed from her eyes in a helpless flood. She kept her head down as she sat in her corner, not daring to look up at the girls who she knew were still laughing at her. എന്താണ് നിന്റെ പേര് എന്ന് ക്ലാസ് ടീച്ചർ ചോദിച്ചു. അപ്പോൾ എന്താണ്? ഭോലി പറയാൻ ശ്രമിച്ചുവെങ്കിലും അവൾ എന്ത് ചെയ്തു? വിക്കിയാണ് അല്ലേ. അതിൽ കൂടുതൽ അവൾക്ക് പറയാൻ സാധിച്ചില്ല. അവൾ കരയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു?
അവളെ നോക്കിയിട്ട് മറ്റുള്ള കുട്ടികൾ ചിരിക്കാൻ തുടങ്ങിയിരിക്കും. When the school bell rang, all the girls scurried. Then scurried means SCURRIED. Scurried means ഓടിപ്പോവുക എന്നാണ്. Okay, scurried out of the classroom, but Polly dared not leave her corner. Her head still lowered, she kept on sobbing. Polly. The teacher's voice was so soft and soothing. In all her life, she had never been called like that. It touched her heart. അങ്ങനെ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ക്ലാസ് റൂമിൽ നിന്നും പെൺകുട്ടികളെല്ലാം ഓടിപ്പോയി. പക്ഷേ ഭോലി എന്ത് ചെയ്തില്ല, പുറത്തേക്ക് പോകാനായിട്ടല്ലേ, ആ ഇരിക്കുന്ന മൂലയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനായിട്ടുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അവൾ തല താഴ്ത്തിയിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു വിളി കേട്ടു അല്ലേ, ഭോലി എന്ന വിളി. നോക്കിയേ, ദ ടീച്ചേഴ്സ് വോയിസ് വാസ് സോ സോഫ്റ്റ് ആൻഡ് സൂത്തിങ്. വളരെ മൃദുലമായ അല്ലേ, സൂത്തിങ് എന്ന് പറയുന്നത് എന്താണ്, മനസ്സിന് ഒരുപാട് തലോടുന്ന അല്ലേ ഒരു വിളിയായിട്ടാണ്, ഒരു ശബ്ദമായിട്ടാണ് അത് തോന്നിയത്. ഇൻ ഓൾ ഹെർ ലൈഫ് ഷീ ഹാഡ് നെവർ ബീൻ കോൾഡ് ലൈക്ക് ദാറ്റ്. അവളുടെ ജീവിതത്തിൽ ഇത്രയും മധുരതരമായിട്ട് തൻ്റെ പേര് വിളിക്കുന്നത് ഒരിക്കലും അവൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ടച്ച്ഡ് ഹെർ ഹാർട്ട്. അത് അവളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു, സ്പർശിച്ചിരിക്കുന്നു. Get up, said the teacher. It was not a command, but just a friendly suggestion. Polly got up. Now tell me your name. Sweat broke out over her whole body. Would her stammering tongue again disgrace her? Disgrace means നാണം കെടുത്തുക എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ മാനം കെടുത്തുക എന്നാണ് disgrace. For the sake of this kind woman, however, she decided to make an effort. She had such a soothing voice. She would not laugh at her. Polly. She began to stammer. Well done, well done. The teacher encouraged her. Come on now, the full name. Polly. At last she was able to say it and felt relieved as if it was a great achievement. ഇരിക്കുന്ന സമയത്ത് അല്ലേ, ഭോലി എന്ന് പറഞ്ഞൊരു വിളി കേട്ടു. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ടീച്ചറാണ്. ടീച്ചർ അവളെ എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് പറഞ്ഞു, ഒരു നിൻ്റെ പേര് ഒന്നും കൂടെ പറയാൻ പറഞ്ഞു അല്ലേ. അതൊരിക്കലും ഒരു ആജ്ഞാപിക്കുകയായിരുന്നില്ല, മറിച്ച് എന്തായിരുന്നു, അതൊരു സൗഹൃദപരമായ ഒരു സജഷൻ മാത്രമായിരുന്നു എന്ന് പറയുന്നു അല്ലേ. നോക്കിയേ, വീണ്ടും അവളത് പറയാൻ ശ്രമിക്കാൻ തുടങ്ങി. അവൾക്ക് പേടിയായി. കാരണം എന്താണ്, തൻ്റെ നാവ് ഇനിയും തന്നെ നാണം കെടുത്തുമോ അല്ലെങ്കിൽ മാനം കെടുത്തുമോ എന്നല്ലേ. അവൾ വളരെ കഷ്ടപ്പെട്ട് അവസാനം ആ ടീച്ചർ എന്ത് ചെയ്തു, ഒരുപാട് അവളെ എൻകറേജ് ചെയ്തു, പ്രചോദിപ്പിച്ചു എന്ന് പറയുന്നു അല്ലേ, ഉത്തേജിപ്പിച്ചു എന്ന് പറയുന്നു. സോ അതിനുശേഷം എന്താണ്, അവൾക്ക് അവളുടെ പേര് പറയാൻ സാധിച്ചു. അത് വളരെ വലിയ ഒരു അച്ചീവ്മെൻ്റ്, ഒരു നേട്ടമായിട്ടാണ് അവൾക്ക് തോന്നിയത്. വെൽ ഡൺ. The teacher patted her affectionately and said, put the fear out of your heart and you will be able to speak like everyone else. ഇതാണ് നിൻ്റെ മനസ്സിലുള്ള ഭയം, അതിനെ എന്ത് ചെയ്യുക, എടുത്തു കളയുക അല്ലേ. നിൻ്റെ മനസ്സിൽ ആ സംസാരിക്കുമ്പോഴുള്ള ഭയം എന്ത് ചെയ്യുക, എടുത്ത് പുറത്തേക്ക് കളയുക. എങ്കിൽ നിനക്ക് എല്ലാവരെയും പോലെ സംസാരിക്കാൻ സാധിക്കും. Polly looked up as if to ask, really? സോ എന്താണ്, യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലേ എന്നുള്ള ഒരു ചോദ്യഭാവേന നമ്മുടെ ടീച്ചറിനെ പോലും ഒന്ന് നോക്കുകയും ചെയ്തു. Yes, it will be very easy. You just come to school every day. Will you come? Polly nodded. Now say it loud. Yes, and Polly herself was astonished that she had been able to say it. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ഇനി മുതൽ എല്ലാ ദിവസവും സ്കൂളിൽ വരുമോ അല്ലേ. അത് വളരെ സിമ്പിളായിട്ടാണ്, നീ എല്ലാ ദിവസവും കൃത്യമായിട്ട് സ്കൂളിൽ വന്നാൽ മതി. ഓക്കെ, നീ വരുമോ എന്ന് ചോദിച്ചപ്പോൾ പോലി എന്ത് ചെയ്തു, പോലി നോഡഡ്. നോഡ് മീൻസ് മിണ്ടാതെ തലയാട്ടുക അല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് പറ്റില്ല, എന്ത് ചെയ്യുക, നോ സേ ഇറ്റ് അലൗഡ്, ഉച്ചത്തിൽ അത് പറയണം അല്ലേ. യെസ് എന്ന് പറഞ്ഞപ്പോൾ പോലി എന്ത് ചെയ്തു, അസ്റ്റോണിഷ്ഡ്, അത്ഭുതപ്പെടുകയാണ് ചെയ്തത് അല്ലേ. എന്തുകൊണ്ടാണ്, തനിക്കിത് പറയാൻ സാധിച്ചല്ലോ എന്ന് ആലോചിച്ച്. Didn't I tell you? Now take this book. The book was full of nice pictures and the pictures were in color. Dog, cat, goat, horse, parrot, tiger and a cow just like Lakshmi, and with every picture was a word in big black letters. ടീച്ചർ വളരെ സ്നേഹപൂർവ്വം ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഭോലിയുടെ കയ്യിലേക്ക് കൊടുത്തു അല്ലേ. എന്നിട്ട് എന്താണ്, ഡിഡിൻറ്റ് ഐ ടെൽ യു, നൗ ടേക്ക് ദിസ് ബുക്ക്. ഞാൻ പറഞ്ഞില്ലേ അല്ലേ, നല്ല രീതിയിൽ പറയാൻ നിനക്ക് സാധിക്കും. ഈ ബുക്ക് പിടിക്ക്. ബുക്കിൽ തുറന്നു നോക്കിയപ്പോൾ അവൾക്ക് എന്ത് കാണാൻ സാധിച്ചു, ഒരുപാട് ആനിമൽസിൻ്റെയൊക്കെ പിക്ചേഴ്സ് കാണാൻ സാധിച്ചു. അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ പേര് അല്ലേ വളരെ വലിയ കറുത്ത അക്ഷരങ്ങളിൽ കൊടുത്തിരിക്കുന്നതും അവൾ ശ്രദ്ധിച്ചു. In 1 month
you will be able to read this book. Then I'll give you a bigger book, then a still bigger one. In time, you will be more learned than anyone else in the village. Then no one will ever be able to laugh at you. People will listen to you with respect, and you will be able to speak without the slightest stammer. Understand? Now go home and come back early tomorrow morning. So teacher പറയുകയാണല്ലേ എന്താണ്, in 1 month you will be able to read this book. ഒരു മാസത്തിന് ഉള്ളിൽ തന്നെ നിനക്ക് ഈ ബുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ നീ ഈ ബുക്ക് വായിക്കാൻ കഴിയുന്ന സമയത്ത് ഞാൻ നിനക്ക് വീണ്ടും വലിയ ഒരു പുസ്തകം തരും. അത് വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനും വലിയൊരു പുസ്തകം അല്ലേ എന്നൊക്കെ ടീച്ചർ പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്താണ് പറയുന്നത്, ഇൻ ടൈം യു വിൽ ബി മോർ ലേൺഡ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വില്ലേജ്. ഈ ഗ്രാമത്തിലെ മറ്റാരെക്കാളും മികച്ച അറിവുള്ള ഒരാളായിട്ട് നിന്നെ മാറ്റാൻ സാധിക്കും. ദെൻ നോ വൺ വിൽ എവർ ബി ഏബിൾ ടു ലാഫ് അറ്റ് യു. പിന്നീട് ഒരിക്കലും നിന്നെ നോക്കി ആരും ചിരിക്കില്ല, മറിച്ച് എന്താണ്, പീപ്പിൾ വിൽ ലിസൺ ടു യു വിത്ത് റെസ്പെക്റ്റ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് വിത്തൗട്ട് ദ സ്ലൈറ്റസ്റ്റ് സ്റ്റാമർ. പീപ്പിൾ വിൽ ലിസൺ ടു യു. നിന്നെ എന്ത് ചെയ്യും, ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, നീ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. വിത്ത് റെസ്പെക്റ്റ്, ആദരവുപൂർവ്വം അല്ലേ, ആദരപൂർവ്വം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം നിന്നെ ശ്രവിക്കാൻ തുടങ്ങും. ആൻഡ് വിക്കലുണ്ടാവില്ല അല്ലേ, വിക്കി വിക്കി പറയുന്ന മുറിഞ്ഞു മുറിഞ്ഞു പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടാവില്ല. അണ്ടർസ്റ്റാൻഡ്? നൗ ഗോ ഹോം ആൻഡ് കം ബാക്ക് ഏർലി ടുമോറോ അല്ലേ. എന്ത് ചെയ്യുക, പോയിട്ട് നാളെ കൃത്യമായിട്ട് രാവിലെ സ്കൂളിൽ വരിക. ഭോലി ഫെൽറ്റ് ആസ് ഇഫ് സഡൻലി ഓൾ ദ ബെൽസ് ഇൻ ദ വില്ലേജ് ടെമ്പിൾ വെയർ റിംഗിങ്. ഭോലിക്ക് എന്താണ്, ഫെൽറ്റ് ആസ് ഇഫ് സഡൻലി ഓൾ ദ ബെൽസ് ഇൻ ദ വില്ലേജ് ടെമ്പിൾ വെയർ റിംഗിങ്. അതായത് അവളുടെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ മണികളെല്ലാം കൂടെ അല്ലേ, ക്ഷേത്രമണികളെല്ലാം കൂട്ടത്തോടെ മുഴങ്ങിയാൽ എങ്ങനെയുണ്ടാകും, അത്തരത്തിലുള്ള ഒരു ഫീലാണ് ആർക്ക് കിട്ടിയത്, നമ്മുടെ ബോഡിയുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്. ആൻഡ് ദ ട്രീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ, ആ സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നിരുന്ന അല്ലേ ആ പിന്നെ വൃക്ഷങ്ങളിലെല്ലാം എന്ത് ചെയ്തു, ഹാഡ് ബ്ലോസംഡ് ഇൻ ടു ബിഗ് റെഡ് ഫ്ലവേഴ്സ്. വളരെ വലിയ ചുവന്ന പുഷ്പങ്ങൾ ഉണ്ടായതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഹെർ ഹാർട്ട് വാസ് ത്രോവിങ് വിത്ത് എ ന്യൂ ഹോപ്പ്. അവളുടെ ഹൃദയം എന്ത് ചെയ്യുകയായിരുന്നു, സ്പന്ദിക്കുകയായിരുന്നു, തുടിക്കുകയായിരുന്നു അല്ലേ. വിത്ത് എ ന്യൂ ഹോപ്പ് ആൻഡ് എ ന്യൂ ലൈഫ്. പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണം അല്ലേ, പ്രത്യാശയുടെ ഒരു പുതിയ കിരണം. അതുപോലെ എന്താണ്, ആൻഡ് എ ന്യൂ ലൈഫ് അല്ലേ, പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കവുമായിരുന്നു അതെന്ന് പറയുന്നു അല്ലേ, ആ ദിനമെന്ന് പറയുന്നതെന്ന് ഇവിടെ ഓദർ പറയുകയാണ്. സോ children, we shall continue this chapter in the next class. I hope you all would have enjoyed this part. Thank you for watching, children. Have a great day. Thank you.